ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് വാക്കി ഉസ്താദല്ലേ? അതെ, നൗഷാദ്. ഞാന് ഖത്തറിന്ന് വിളിക്കാണ്. ജിഷാൻ എന്നാ പേര്. പിന്നെ ഉസ്താദായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ സജീവമായിട്ട് കാണുന്നുണ്ട്. അതായത് ഖുതുബ ഞാൻ ഇന്നത് കണ്ടിരുന്നു. ഖുതുബ മലയാളത്തിൽ പിന്നെ നിർവഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ബിസ്മി ഹംദും മാത്രം അറബിയിൽ മതി എന്നുള്ളൊരു ഇത്. അപ്പോൾ അതിന്റെ പുറമെ നിങ്ങൾ മുജാഹിദിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ ചില പിന്നെ തൽപര കക്ഷികൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉസ്താദിന്റെ ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചാണ്. അതായത് ഞാൻ ശക്തിയായി സുന്നത്തി ജമാഅത്ത് പറയാൻ തുടങ്ങിയ സമയം മുതൽ പല രീതിയിലും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പൊതുജനങ്ങളെ എന്റെ പ്രസംഗം കേട്ടിട്ട് അവർ സുന്നത്തി ജമാഅത്തിലേക്ക് വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് അവരെ അതിൽ നിന്ന് മാറ്റാനൊക്കെ ശക്തമായ ശ്രമം പല സുന്നത്തി ജമാഅത്ത് അല്ലാത്ത സംഘടനകളിൽ നിന്നും സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്ന ചില വ്യക്തികളിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഖുതുബ വിവാദം എന്ന് പറയുന്നത് നിലവിൽ സുന്നത്തി ജമാഅത്തിന് അറബിയിലെ ഖുതുബ മാത്രമേ നിലവിലുള്ളൂ. അതെ, മലയാളത്തിലെ ഖുതുബ ഓതിയ ജുമാ ചെയ്യാവുകയില്ല എന്നത് സുന്നത്തി ജമാഅത്തിന്റെ ചെറിയ മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ നമ്മൾ ശക്തമായി നമ്മൾ പൊതു സ്റ്റേജിൽ പോലും പറയുന്നതാണ്. പിന്നെ ഞാൻ അന്ന് ജയിന്ത് ചാനലില് അത് ഞാനിപ്പോ കണ്ട ഒരുപാട് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. അതിൽ വ്യക്തതയില്ലാത്ത ചില വാക്കുകൾ വന്നതുകൊണ്ട് ഉസ്താദന്മാരെന്നെ വിളിച്ച് പിറ്റേ ആഴ്ച അത് വ്യക്തമാക്കണമെന്ന് പറയുകയും ശക്തമായ രീതിയിൽ തന്നെ മലയാളത്തിൽ ഖുതുബ ഓതിയാൽ നമസ്കാരം ശരിയാവുകയില്ല, ജുമ ശരിയാവുകയില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാതെ ഇപ്പോൾ ഈ വ്യക്തതയില്ലാത്ത ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടുകൾ നടത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ ആഴ്ച തന്നെ നിങ്ങൾ ആ വിഷയം വിശദീകരിച്ച് പറഞ്ഞതാണല്ലേ? നല്ല രീതിയിൽ സ്റ്റേജിൽ വിശദീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ TV-യിൽ ജയിലിന്റെ ചാനലിൽ വിശദീകരിച്ചു. കാരണം അന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോ അതിൽ ചില വ്യക്തതയില്ലാത്ത ചില വാക്കുകൾ വന്ന് കടന്നുകൂടിയതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരിക്കലും നമ്മൾ ആരും സുന്നത്തി ജമാഅത്തിനെതിരെ ഒരു വാക്ക് പോലും ചാനലുകളിൽ സംസാരിക്കുകയില്ല. ശക്തമായി നമ്മുടെ നിലപാട് നമ്മുടെ ജീവിതവും സുന്നത്തി ജമാഅത്തിലാണ്. എത്രയോ ആളുകൾ മലയാളത്തിൽ ഖുതുബ ഓതുന്ന പള്ളിയിൽ പോയിരുന്ന എത്രയോ ചെറുപ്പക്കാർ എന്റെ പ്രഭാഷണം കേട്ടിട്ട് അതിൽ നിന്ന് മാറി നമ്മുടെ പിന്നെ സുന്നത്തി ജമാഅത്തിലേക്ക് വന്നവരാണ്. അപ്പൊ പിന്നെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അതിന്റെ പുറമെ നിങ്ങളിപ്പോ സമസ്തയിൽ നിന്ന് വേറിട്ട് നിർത്തി സമസ്തയിൽ നിന്ന് നൗഷാദ് വാക്കബി വേറെ ഏതോ ഒരു വഴിയിലേക്ക് എന്നുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ വിഷയത്തിൽ ഉസ്താദിന്റെ ഒരു പിന്നെ കാഴ്ചപ്പാട്? അതൊരിക്കലും ഉണ്ടാവില്ല. ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച സമസ്ത. നമ്മൾ തെക്കൻ കേരളത്തിലുള്ളവരായതുകൊണ്ട് സേവനം ചെയ്ത ചില മഹല്ലുകൾ ദക്ഷിണയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഉസ്താദന്മാരൊക്കെ ദക്ഷിണയുടെ ഉസ്താദന്മാരാണെങ്കിൽ സമസ്തയാണ് നമ്മുടെ ജീവിതത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മേഖലയും സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മുമ്പോട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഉസ്താദന്മാര് കണ്ണിയത്ത് ഉസ്താദ്, ശംസുലമ, നവറുല്ലാഹ് മറക്കത് അവരൊക്കെ കാണിച്ചു തന്നതിനപ്പുറത്തേക്ക് മരിക്കുന്നത് വരെ നമുക്കൊന്നും വേറൊരു വഴി ഉണ്ടാവില്ല. അത് അവരുടെ മേഖല പിന്തുടരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവും. അൽഹംദുലില്ലാ അതിലൊന്നും ഈ സാധുവായ സഹോദരൻ തളരില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യുക, അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ സുന്നത്തി ജമാഅത്തിന്റെ പിന്നെ രംഗത്ത് ഉസ്താദ് സജീവമായിട്ട് തന്നെ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും 1-2 ചില വാക്കുകൾ സബുക്ക് ലിസാനായി വന്നു പോയതിനെയോ അതല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തതയില്ലാത്ത ചില വാക്കുകൾ വന്നു പോയതിനെ എടുത്തുകൊണ്ട് പറഞ്ഞതുകൊണ്ടൊന്നും നമ്മുടെ ആദർശം അങ്ങനെ മാറുകയില്ല. എത്രയോ ഉസ്താദന്മാര് ഈ മേഖലയിൽ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്താണ് ഈ ആദർശത്തെ ഇത്ര കാത്തു സൂക്ഷിച്ചത്. അതിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളും ജീവൻ മരണ പോരാട്ടം നടത്തി ആ ആദർശത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകും ഇൻഷാ അല്ലാഹ്. നമുക്ക് വേദന തോന്നുന്നത് ചില സുന്നികളായി നടക്കുന്ന ചില കക്ഷികൾ ഇത്തരം ക്ലിപ്പുകൾ കണ്ടാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഉസ്താദ് ഇന്ന് ജീവിച്ച് ഇരിക്കുന്ന ഒരാളാണ്, ഇന്ന് ജീവനോടെ നാട്ടിൽ കേരളത്തിലുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങളെ വിളിച്ച് അതിന്റെ വിശദീകരണം ചോദിക്കുന്നതിന് പകരം നിങ്ങളെ മുജാഹിദായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങളെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. എന്നെ മുജാഹിദായിട്ട് ചിത്രീകരിച്ച മുജാഹിദീങ്ങൾ ഒരിക്കലും പൊറുക്കില്ല. കാരണം ശരിക്കും ഞാൻ സ്റ്റേജുകളിൽ അവരെ
കരിച്ചു പൊരിച്ചടക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവര് അത് പൊരുത്തപ്പെടാൻ സാധ്യതയില്ല. അവർക്കിത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സ്വാഭാവികമായിട്ടും സുന്നത്തി ജമാഅത്തിന്റെ നിലപാട് ഒരു മുജാഹിദായ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അയാളെങ്ങനെ സുന്നിയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു സുന്നി ഒരു പണ്ഡിതനായ ഒരാളെ മുജാഹിദിലേക്ക് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന ആളുകൾക്ക് ചരിത്രം മാപ്പ് കൊടുക്കൂല എന്നാണ് പറയാനുള്ളത്. ഏതായാലും വിശദീകരിച്ച് പറഞ്ഞതിൽ വളരെ. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട് സാഹിബേ, ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. സംഭവം ഇതിപ്പോ ഈ ഒരു ക്ലിപ്പ്, പഴയ ഈ ഒരു ക്ലിപ്പ്, വ്യക്തതയില്ലാത്ത ഈ ഒരു ക്ലിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ട് ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകൻ നൗഷാദ് ബാക്കവി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിനി മലയാളം കുത്തുപോകുന്ന പള്ളിയിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ഈ കുപ്രചരണം നടത്തുന്നവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഏത് കെട്ടുകാരാണെങ്കിലും ഏത് മട്ടത്തിലുള്ളവരാണെങ്കിലും. അതെ, തീർച്ചയായിട്ടും. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഉസ്താദിന്റെ വേദികളിൽ ഇതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ എതിരാളികളായ മുജാഹിദുകളെയും അതുപോലെ തന്നെ സുന്നത്തി ജമാഅത്തിന്റെ കക്ഷികൾ എന്ന് പറയുന്ന വ്യാജം കൊണ്ടുവരുന്ന ആളുകൾക്കെതിരെയും സംസാരിക്കാൻ അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ദുആയിൽ നിങ്ങളും ഉൾപ്പെടും ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ ഏതായാലും വളരെ കൃത്യമായിട്ടുണ്ട്. ഇത് ഞാൻ പുറത്ത് പൊതുസമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണയിൽ വരാനുള്ള ഒരു ചാൻസ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതിന്റെ മുന്നോടിയായിട്ട് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഖൈർ. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.